എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +2 സേ ഓർ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ നാളെ മുതൽ ആരംഭിക്കും. അപ്പോൾ ജൂൺ 12-ാം തീയതി മുതൽ ജൂൺ 20-ാം തീയതി വരെയാണ് ഈ ഒരു പരീക്ഷ നടക്കുന്നത്. രാവിലെയും ഉച്ചയ്ക്ക് ശേഷവുമായിട്ടാണ് ഈ ഒരു പരീക്ഷകൾ ഉണ്ടാവുക. നിങ്ങൾക്ക് ഏത് ദിവസമാണ് അതുപോലെ ഏത് നേരത്താണ് പരീക്ഷ, അതിനനുസരിച്ച് നിങ്ങൾ പരീക്ഷ ഹാളിൽ പോവേണ്ടതാണ്. അതായത് പരീക്ഷ എഴുതാനായിട്ട് എക്സാം സെൻറ്ററിൽ പോവേണ്ടതാണ്. നിങ്ങൾക്ക് നിലവിൽ ഹോൾ ടിക്കറ്റ് ലഭ്യമായിട്ടുണ്ടാകും എന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങൾ വാങ്ങിച്ചിട്ടില്ലെങ്കിൽ അത് ഇന്ന് തന്നെ ആയിട്ട് വാങ്ങാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ വിദ്യാർത്ഥികളുടെ എക്സാം സെൻറ്റർ എവിടെയാണെന്നുള്ളത് നിങ്ങളുടെ ഹാൾ ടിക്കറ്റിലായിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ഹാൾ ടിക്കറ്റ് വാങ്ങാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു എക്സാമിനേഷൻ നാളെ മുതലാണ് ആരംഭിക്കുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾ നന്നായിട്ട് പോയിട്ട് ഈ ഒരു എക്സാമിനേഷൻ എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ വിദ്യാർത്ഥികൾ ജസ്റ്റ് എന്തെങ്കിലും എഴുതി എന്നുള്ളത് കൊണ്ട് നിങ്ങളെ ജയിപ്പിച്ച് വിടുകയൊന്നുമില്ല. അത് കാര്യം വിദ്യാർത്ഥികൾ പ്രത്യേകം ഓർമ്മിക്കേണ്ടതാണ്. കാരണം ചില വിദ്യാർത്ഥികൾ വിചാരിക്കുന്നുണ്ടാവും ജസ്റ്റ് ഈ ഒരു പരീക്ഷ എഴുതുന്ന എല്ലാ വിദ്യാർത്ഥികളെയും ജയിപ്പിക്കുമെന്നുള്ളത്. അങ്ങനെ ജയിപ്പിക്കുന്നതായിരിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് +1-ൽ എത്ര മാർക്ക് TE മാർക്ക് എഴുത്ത് പരീക്ഷയിൽ കുറവുണ്ടോ ആ ഒരു മാർക്ക് നിങ്ങൾ ഈ ഒരു പരീക്ഷയിൽ വാങ്ങിക്കേണ്ടതാണ്. അതായത് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് +1-ൽ ലഭിച്ചിട്ടുണ്ടായിരുന്ന മാർക്ക് എന്ന് പറയുന്നത്, അതായത് ഈ ഒരു +1-ൽ ലഭിച്ചിട്ടുണ്ടായിരുന്ന മാർക്ക് എന്ന് പറയുന്നത് നിങ്ങൾക്ക് അതായത് കെമിസ്ട്രിയാണ്. കെമിസ്ട്രിയിൽ 60ലാണ് മാർക്ക്. ജയിക്കാനായിട്ട് 18 വേണം. ഒരു വർഷം 2 വർഷം ടോട്ടൽ കൂട്ടുമ്പോൾ 36 മാർക്ക്. അപ്പോൾ +1-ൽ നിങ്ങൾക്ക് ലഭിച്ചത് ഒരു 10 മാർക്കാണെന്ന് കരുതുക. അപ്പോൾ 2 വർഷം ജയിക്കാൻ വേണ്ടി ഈ ഒരു 36-ൽ നിന്നും 10 കുറച്ച ശേഷമുള്ള ബാക്കി മാർക്ക് 26 നിങ്ങൾക്ക് ജയിക്കാൻ വേണം. അതേ രീതിയിൽ തന്നെ നമുക്ക് നോക്കാം. നിങ്ങൾക്കിപ്പോൾ ഈ ഒരു അതായത് ഇംഗ്ലീഷിൽ 80ലാണ് മാർക്ക്. 2 വർഷം ജയിക്കാനായിട്ട് 48ഉം അതുപോലെ ഒരു വർഷം ജയിക്കാനായിട്ട് 24 മാർക്കും വേണം. എന്നാൽ നിങ്ങൾക്ക് +1-ൽ ലഭിച്ചിട്ടുള്ളത് ഈ ഒരു അതായത് 24 മാർക്ക് കിട്ടിയിട്ടുണ്ട്. +2-ന് ആണെങ്കിൽ നിങ്ങൾക്ക് അതായത് +2-ന് നിങ്ങൾക്ക് ജസ്റ്റ് ഒരു 10 മാർക്ക് കിട്ടിയിട്ടുള്ളൂ എങ്കിൽ ആ ഒരു +2-ന് നിങ്ങൾക്ക് എത്ര മാർക്ക് കുറവുണ്ട്, അതായത് ഈ ഒരു 48 മാർക്കിൽ നിന്നും ഈ ഒരു +1-ന് ലഭിച്ചിട്ടുള്ള ആ ഒരു മാർക്കിനെ കുറക്കുക. അതായത് 48 - 24 = 24. അപ്പോൾ ഈ ഒരു 24 മാർക്ക് നിങ്ങൾ ആ ഒരു പരീക്ഷയിൽ ജയിക്കാനായിട്ട് വാങ്ങിക്കണം. അപ്പോൾ എല്ലാ വിദ്യാർത്ഥികളും ശ്രദ്ധിക്കേണ്ടത് നന്നായിട്ട് ഈ ഒരു പരീക്ഷ എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് വല്ല ഗ്രേസ് മാർക്ക് ഉണ്ടെങ്കിൽ ആ ഒരു ഗ്രേസ് മാർക്ക് ഇതിനോടൊപ്പം ആഡ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികളുടെ മികച്ച മാർക്കായിരിക്കും തിരഞ്ഞെടുക്കുക. അതായത് നിങ്ങൾക്ക് ഈ ഒരു ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയ്ക്ക് ശേഷം മാർക്ക് കുറയുകയാണെങ്കിൽ പോലും നിങ്ങൾക്ക് കൂടിയ മാർക്ക് ഏതാണോ അതാണ് നിങ്ങളുടേതായിട്ട് കൺസിഡർ ചെയ്യുന്നത്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ഈ ഒരു സേ പരീക്ഷ എന്ന വിദ്യാർത്ഥികളുടെ സർട്ടിഫിക്കറ്റിൽ മാത്രമാണ്, അതായത് എല്ലാവർക്കും ഒരേ സർട്ടിഫിക്കറ്റാണ് കിട്ടുക. എന്നാൽ സേ പരീക്ഷ എന്ന വിദ്യാർത്ഥികളുടെ സർട്ടിഫിക്കറ്റിൽ മാത്രമാണ് നമ്പർ ഓഫ് ചാൻസ് 2 എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ സാധിക്കുള്ളൂ. ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ എന്ന വിദ്യാർത്ഥികളുടെ സർട്ടിഫിക്കറ്റിൽ നമ്പർ ഓഫ് ചാൻസ് 1 എന്ന് മാത്രമാണ് ഉണ്ടായിരിക്കുക. അതുപോലെ വിദ്യാർത്ഥികളുടെ റിസൾട്ട് ഏകദേശം ജൂലൈ പകുതിയോടെ പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഈ ഒരു ടൈം ടേബിൾ നോക്കാം. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അതായത് നാളെ മുതൽ, അതായത് ഈ ഒരു 12-ാം തീയതി ബുധനാഴ്ച രാവിലെ പാർട്ട് 2 ലാംഗ്വേജസ്, അതായത് സെക്കൻഡ് ലാംഗ്വേജ്, അതുപോലെ തന്നെ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി ആണ്. അതുപോലെ തന്നെ 12-ാം തീയതി, അതായത് നാളെ തന്നെ ബുധനാഴ്ച ആണ്. ബുധനാഴ്ച ഉച്ചയ്ക്ക് ശേഷം കെമിസ്ട്രിയും ഹിസ്റ്ററിയും ഇസ്ലാമിക് ഹിസ്റ്ററി ആൻഡ് കൾച്ചർ, ബിസിനസ് സ്റ്റഡീസ്, അതുപോലെ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് എന്നിവയാണ്. അതുപോലെ തന്നെ 13-ാം തീയതി വ്യാഴാഴ്ച രാവിലെ പാർട്ട് 1 ആയിട്ടുള്ള ഇംഗ്ലീഷും 13-ാം തീയതി വ്യാഴാഴ്ച ഉച്ചയ്ക്ക് ശേഷമുള്ള പരീക്ഷ ജിയോഗ്രഫി, മ്യൂസിക്, അതുപോലെ സോഷ്യൽ വർക്ക്, അതുപോലെ തന്നെ അക്കൗണ്ടൻസി, അതുപോലെ ജിയോളജി എന്നിവയാണ്. അതുപോലെ തന്നെ 14-ാം തീയതി രാവിലെ വെള്ളിയാഴ്ചയാണ്. അപ്പോൾ വെള്ളിയാഴ്ച മാത്തമാറ്റിക്സ്, പാർട്ട് 3 ലാംഗ്വേജസ്, അതുപോലെ സംസ്കൃത ശാസ്ത്ര, അതുപോലെ തന്നെ സൈക്കോളജി എന്നിവയാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് അടുത്തതായിട്ട് 14-ാം തീയതി തന്നെ വെള്ളിയാഴ്ച തന്നെ ഉച്ചയ്ക്ക് ശേഷമുള്ള പരീക്ഷ ഹോം സയൻസ്, ഗാന്ധിയൻ സ്റ്റഡീസ്, അതുപോലെ തന്നെ ഫിലോസഫി, ജേർണലിസം, കമ്പ്യൂട്ടർ സയൻസ്, അതുപോലെ തന്നെ സ്റ്റാറ്റിസ്റ്റിക്സ് എന്നിവയാണ്. അതുപോലെ തന്നെ 19-ാം തീയതി ബുധനാഴ്ച രാവിലെയുള്ള എക്സാമിനേഷൻ ഫിസിക്സ്, സോഷ്യോളജി, ആന്ത്രപ്പോളജി എന്നിവയാണ്. അതുപോലെ തന്നെ 19-ാം തീയതി തന്നെ ഉച്ചയ്ക്ക് ശേഷം, അതായത് ബുധനാഴ്ച ഉച്ചയ്ക്ക് ശേഷമുള്ള പരീക്ഷ എക്കണോമിക്സ്, ഇലക്ട്രോണിക് സിസ്റ്റംസ് എന്നിവയാണ്. അടുത്തതായിട്ടുള്ളത് 20-ാം തീയതിയാണ്. 20-ാം തീയതി വ്യാഴാഴ്ച രാവിലെ ബയോളജി, ഇലക്ട്രോണിക്സ്, പൊളിറ്റിക്കൽ സയൻസ്, അതുപോലെ തന്നെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, സംസ്കൃത സാഹിത്യ, അതുപോലെ തന്നെ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എന്നിവയാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ പരീക്ഷയ്ക്ക് കറക്റ്റായിട്ട് പോവുകയും അതുപോലെ തന്നെ എക്സാം നന്നായിട്ട് എഴുതുകയും ചെയ്യുക. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, കൂടുതൽ മാർക്ക് നിങ്ങൾക്ക് വാങ്ങിക്കാൻ സാധിക്കുകയാണെങ്കിലാണ് നിങ്ങൾക്ക് അത് കൂടുതൽ അതായത് നേട്ടം നൽകുകയുള്ളൂ. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നന്നായിട്ട് നിങ്ങൾക്ക് കൂടുതൽ മാർക്ക് വാങ്ങിക്കുകയാണെങ്കിൽ അത് നിങ്ങളുടെ മാർക്ക് പെർസെൻറ്റേജിനെ വർദ്ധിക്കും. അപ്പോൾ നിങ്ങൾക്കൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഞാൻ ജസ്റ്റ് നിങ്ങളോട് ഇതൊക്കെ പറയാൻ കാരണം നിങ്ങൾ
പഠിക്കാതെ പോയിട്ട്, അതായത് പല വിദ്യാർത്ഥികളും കരുതുന്നത് ജസ്റ്റ് പോയിട്ട് എക്സാം അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാർക്ക് ഇട്ട് തന്ന് നിങ്ങളെ ജയിപ്പിക്കുമെന്നുള്ളതാണ്. അങ്ങനെ ഒരിക്കലും ജയിപ്പിക്കുന്നതല്ല. അത് നിങ്ങൾ എത്രത്തോളം പഠിക്കുന്നോ അതിനനുസരിച്ച് മാത്രമേ ജയിക്കാനുള്ള സാധ്യത ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ജസ്റ്റ് തമാശയ്ക്ക് വേണ്ടി പഠിക്കാതെ നന്നായിട്ട് പഠിച്ച് ജയിക്കണമെന്നുള്ള ലക്ഷ്യത്തോടു കൂടി പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം അടുത്ത വർഷം നിങ്ങൾക്ക് ഇനി ഈ ഒരു പരീക്ഷ എഴുതാൻ സാധിക്കുക അടുത്ത വർഷം മാർച്ചിലാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ നന്നായിട്ട് ഈ ഒരു എക്സാമിനേഷൻ എഴുതി ജയിക്കാനായിട്ട് ശ്രമിക്കേണ്ടതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഉദാഹരണത്തിന് 18 മാർക്ക് ജയിക്കാൻ വേണം എന്ന് കരുതി 18 മാർക്കിന് വേണ്ടി മാത്രം എക്സാം എഴുതരുത്. നിങ്ങൾക്കൊരു 60 മാർക്കിൻ്റെ വിഷയമാണ് എങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഒരു 50 മാർക്കെങ്കിലും കിട്ടുന്ന രീതിയിൽ എക്സാം നന്നായിട്ട് എഴുതുക. അങ്ങനെയെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് ഈ ഒരു രീതിയിലൊരു 30 അല്ലെങ്കിൽ 20 മാർക്കൊക്കെ ചിലപ്പോൾ ലഭിക്കുകയുള്ളൂ. കാരണം നിങ്ങൾ എഴുതുന്ന എല്ലാ ക്വസ്റ്റ്യൻ്റെ ആൻസറിലും ചിലപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ അനുസരിച്ചുള്ള പോയിൻറ്റ്സ് ഉണ്ടാവണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ നന്നായിട്ട് എക്സാം എഴുതുക. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ജയിക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ എക്സാം എഴുതുന്ന സമയത്ത് നിങ്ങൾക്ക് ആ ഒരു ക്വസ്റ്റ്യൻസിനനുസരിച്ചുള്ള പോയിൻറ്റ്സ് ആൻസേഴ്സിൽ ഉൾപ്പെടുത്തുന്നതിനായിട്ടും ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.